Assalamualaikum, welcome back to Goan series. Goan vlogs alle പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ചേഞ്ച് ഇൻ ഇൻട്രോ അല്ലേ? വെൽക്കം ബാക്ക് ടു മഷ്മിസ് ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഗോ വ്ലോഗ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ആൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ മുതൽ നമ്മൾ വേറൊരു ഫാമിലി ജോയിൻ ചെയ്തതായിരിക്കും. അത് ആരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗെറ്റിംഗ് റെഡി. നമ്മുടെ പിള്ളേരും പിന്നെ അങ്ങോട്ടാണ് ഫുള്ള് പിള്ളേരുടെ അടുത്ത് വൈബ് ചെയ്തോണ്ടിരിക്കണാണ്. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കല്ലോ ആരൊന്നും. ഇപ്പൊ നമ്മള് റൂം ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇന്നലെ കാണിച്ച റൂമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറെ റൂമാണ് ഷിഫ്റ്റ് ആയി. ഇന്നോട്ട് ഇനി ഒരാഴ്ച വേറെ റൂമാണ്, ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇപ്പൊ നല്ലൊരു ഫിഷ് താലി കഴിക്കാനാണ് നമുക്ക് എല്ലാവർക്കും മോഹം. പക്ഷെ നമ്മള് പോയ ടൈമിൽ വി ഡോണ്ട് നോ നമുക്ക് കിട്ടില്ലെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ നിങ്ങൾ ഞങ്ങൾ കാണിച്ചു തരും. പക്ഷെ ആ ഫാമിലി ആരാന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതിന്റെ മേലുള്ള ഒരു വൈബൊക്കെ കാണിച്ചു തരാം. നൈസ് അല്ലേ? ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലത്തെ സെറ്റപ്പ്. അതായത് നമ്മളിപ്പോ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ഇവിടുത്തെ ഗോവൻ ടച്ച് പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല നല്ല പഴയ വിന്റേജ് ടച്ച് വീടുകളൊക്കെ കാണാം. അടിപൊളി. സോനു അവിടെ നിന്ന് വൈബ് ആസ്വദിക്കണേ അല്ലേ സോനു? വൈബ് സോനു 20 വർഷത്തെ പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. അതെ അതെ, പക്ഷെ നൈസാണ്. ഇത് നമ്മുടെ മേളിലത്തെ ഒരു ബാൽക്കണി പോലത്തെ ഒരു ടെറസ് പോലത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചില്ല് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. സെറ്റൊക്കെ ഉണ്ട്. അതെ അതെ. പിന്നെ ഇവിടെ തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ആ വാഷ് ബേസിൽ കാണുന്ന ചുള്ളൻ വേറെ ആരുമല്ല, രാധരിയാണ്. ഓക്കെ, മേളിലെന്തോ പണി കിടക്കണം, അതിന്റെ സൗണ്ടാണ്. പിന്നെ ഞാനും എന്റെ ചെമ്മുവിന്റെ റൂമാണിത്. എന്റെയും ചെമ്മുവിന്റെ, ഞങ്ങൾ കപ്പിൾസിന്റെ റൂമാണ്. നോക്ക് ഗൈസ്, ഇതാരെങ്ങനെ അലവലാതിയാക്കിയിട്ടത്? നല്ല ഡീസന്റ് ആയിട്ട് ഞാൻ എടുക്കാതെ കാണിച്ചു കൊടുക്കാതെ വിചാരിച്ച മൊത്തം അലവലാതിയാക്കി കളഞ്ഞു. എനിക്ക് ഞങ്ങൾ ഇവിടെ ആയിട്ട് നല്ലൊരു പെയിന്റിംഗ് ഉണ്ട്. അടിപൊളി പെയിന്റിംഗ് കാണിച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല വൈബാണ്. ഇവിടെ ഉണ്ട് നല്ലൊരു ആർട്ട് വർക്ക് ഉണ്ട്. ഇവിടെ നല്ലൊരു ആർട്ട് വർക്ക് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നോക്കിയാലോ അപ്പുറ സൈഡിലെ വ്യൂ കാണാം. അവിടെ കാണണ്ട വണ്ടികളൊക്കെ പോകണുണ്ട് ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് കൂടെ. അത് മെയിൻ റോഡാണ്. അത് കാന്തൂരും ബീച്ചിന്റെ ആ ഭാഗത്തേക്ക് പോകുന്ന മെയിൻ റോഡാണ് അത്. കാസർഗോഡ് ഫ്രീക്കാവാ മൂക്കി കേട്ടിട്ടുണ്ട്. അയ്യേ, അങ്ങനെ മൂക്കി അതന്നെ ന്യൂട്രലിച്ചോളാം. അപ്പൊ തന്നെ വേറെ ആരുമല്ല, നമ്മുടെ ഷെമു KL14 നമുക്ക് ഇന്നുള്ള ഗസ്റ്റ്. അത് കേട്ടപ്പോ സ്വല്പം ഒരു ചിരി, പൂച്ചച്ചിരി. അത് മനസ്സിലായല്ലോ, കാണിച്ചല്ലോ. ഇതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. അതിന് കുഞ്ഞിലെല്ലാരും കണ്ടതല്ലേ, പിന്നെ കൊറേ നാൾക്ക് ശേഷം ഇപ്പൊ അതിനെ കാണുന്നത്. അത് വലുതായി. പറഞ്ഞ ഐശുക്കുട്ടിനെ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലേ? ഐശുക്കുട്ടിനെ കാണിച്ചിട്ടില്ലല്ലേ? അങ്ങനെ ചെമ്മുവിന്റെ രണ്ടാമത്തെ കുട്ടിയാണ്. പിന്നെ ചെമ്മുവിന് മൂന്നാമത്തെ കുട്ടിയുണ്ട്. മൂന്നാമത്തെ കുട്ടി ലോട്ടിക്കാണ്. ഇൻഷാല്ലാ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മ സുൽഫിന്റെ അടുത്ത് സംസാരിച്ചു. മമ്മ വാസ് ലൈക്ക്, സുൽഫ ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ സുൽഫ പറഞ്ഞു അത് പിന്നെ വർഷം ഉണ്ടാവും. അത് പിന്നെ വർഷം ഉണ്ടാവുമല്ലോ. കേട്ടാ ചെമ്മു ഗോവക്ക് വരുമ്പോ അടുത്ത പ്രാവശ്യം അല്ല, ചെമ്മുവിന് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിയാണ്. അന്ന് അത് പ്രഗ്നന്റ് ആയിരുന്നു. അതെ. അല്ല, ചെമ്മുന് പിന്നെ അതെ ഒന്ന് പറയട്ടെ. ഇല്ലേ, ചെമ്മുന് ഓരോരോ ആഗ്രഹം ഉണ്ടായിരുന്നു. ബഷീക്കാക്ക് 3 പിള്ളേരുണ്ട്. അതുകൊണ്ട് എനിക്കും 3 പിള്ളേർ വേണമെന്ന്. അതെ, അതിന്റെ ഒരു വാശിയാണ് ചെമ്പ് തീർത്തത് അല്ലെ ചെമ്പ്? ഓക്കെ, ഇവിടെ നല്ലൊരു ആർട്ട് വർക്കൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു പെയിന്റിങ് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളുടെ റൂം കാണിക്കാതെ നിങ്ങളുടെ റൂം കാണിക്കണം. ഇവരുടെ റൂമാണ് കാണണം. പടച്ചൂരെ എന്താണ് ഇത് കാണണം? ലാഹുല ഇല്ലാമില്ല.
അതിപ്പോ ഞങ്ങൾ ഡ്രസ് മാറി മേക്കപ്പ് ചെയ്ത് പിന്നെ ഒതുക്കി പറക്കാനുള്ള ടൈമില്ല. ആ ശരിയാ, പ്രഗ്നന്റ് ലേഡിക്ക് എന്താണ് പിസ്തായ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അതെ, സോനു എന്താ പറഞ്ഞ കേറുമ്പോ തന്നെ കേറി വരുമ്പോ തന്നെ ഇതാണ് സ്പേസ്. അതെ, അവിടെ റൂം, ഇവിടെ കിച്ചൺ, പുറത്തോട്ട് പോകുമ്പോ ചെമ്പും ബെഷീമുള്ള റൂം. ചെറിയൊരു കിച്ചണും സ്റ്റവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രിഡ്ജൊക്കെ ഉണ്ട്. വന്ന് നമ്മ സെറ്റിലായിട്ടുള്ളൂ, ഒന്ന് പുറത്തൊക്കെ പോകാൻ ഫുള്ളൊന്ന് സെറ്റ് ആക്കാനുണ്ട്. കാരണം നമ്മളിന്ന് ഇപ്പൊ രാവിലെ കുറച്ചു നേരത്തെ മുമ്പ് വന്ന് ചെക്കിൻ ആയിട്ടുള്ളൂ. ചെക്കിൻ ആയപ്പോ തന്നെ മൊത്തം അലങ്കോലം ആക്കി ഞങ്ങള് തന്നെ. അതാണ് ക്ലീൻ ആക്കി. ഓക്കെ, നമുക്ക് ഇറങ്ങാം. അതിന് ഞങ്ങളെല്ലാരും ഒരു കാരണമല്ല പോണത്. അയ്യേ ചമ്മി പോയി. അയ്യേ 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 അയ്യേ. വാ ഇറങ്ങാം ഇറങ്ങാം. അയ്യ ചവിട്ടല്ല, അതിലൊക്കെ ചവിട്ടുണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളങ്ങോട്ട് ഫിഷ് താലി കഴിക്കാൻ വേണ്ടി ഇറങ്ങട്ടെ അല്ലേ? അതെ തന്നെ ഫിഷ് താലി. സക്സസ്ഫുള്ളി എത്തിയിട്ടുണ്ട്. നമ്മളെ ആഗ്രഹമൊന്നുമല്ല, ഇനി സുൽഫയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. സുൽഫ വന്നിട്ട് നല്ല ബിക്കോസ് നമ്മുടെ ഫാമിലിയില് പ്രഗ്നൻസ് ലേഡീസ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും. അവരുടെ ആഗ്രഹമാണ് ഇനി നമ്മുടെ ആഗ്രഹം. പറഞ്ഞോ എന്തിനു വന്ന വരണ്ടായിരുന്നു. നിന്റെ പേരും പറഞ്ഞിട്ട് പണി മൊത്തം വരാൻ വേണ്ടി പോണത്. നമ്മളിതുപോലെ എത്ര വർഷം മുമ്പ് അവിടെ ഇരുന്നത്? 4 വർഷം. ആദ്യം വയറ്റിലുള്ള 3 വർഷം മുമ്പ്. അത് നിനക്ക് അറിയോ? അതും അമ്മയുടെ വയറ്റിലുണ്ടായിട്ട് ഇവിടെ വന്ന് അറിയോ? ഇപ്പൊ നമ്മുടെ വയറ്റില് 3ാമത്തെ ബേബി ഉള്ളപ്പോ ഇവിടെ വന്നു. അടുത്തല്ല വേറെ ബേബി ഉള്ളപ്പോ എന്താ പൈസ ഉള്ള പോരാന്ന് അല്ല ഐഷ? നീ വലുതാവുമ്പോ ചോദിക്കണം ഈ വീഡിയോ കണ്ടിട്ട്. ഞാൻ നന്നായിട്ട് പുസ്തകം കഴിക്കാനായിരിക്കും ഇവിടെ ഓരോ സാധനം പ്രോൺസിന്റെ റെസിപ്പി, മറ്റേത് എന്താണ് മെനു ഏതായിരിക്കും നല്ലതെന്നൊക്കെ ഉണ്ട്. പോംഫ്രെറ്റിന്റെ, ചെമ്മീന്റെ, ക്രാബിന്റെ വെറൈറ്റി ഫിഷ് കറീസ് ഒക്കെ ഉണ്ടാവും ഇവിടെ ഉണ്ട്. ഫിഷ് മാല സെറഡൂറ മാത്രം കഴിക്കാൻ വന്നതാണ്. എന്താണ് ചെറഡൂറ? നമ്മളെ സ്പെഷ്യൽ ഡിസേർട്ട്. ഞങ്ങൾ അന്ന് ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഒരു 8 വട്ടം കഴിച്ചിട്ടുണ്ട് എല്ലാവരും. ഞാൻ 2 നമ്മളൊക്കെ കൂട്ടാൻ വേണ്ടി എന്ത് ബിസിനസ് ചെയ്തിട്ടും പഠിച്ചോനെ ഇവിടെ എല്ലാം തീർന്നു പോണേ പെട്ടെന്ന് തന്നെ. കട കൂട്ടാനുള്ള ടൈമായില്ലേ? എന്തുണ്ടാ അതിന് മൊബൈൽ തട്ടിക്കളയാൻ ഇതെന്താ വിൽക്കാനാ? കച്ചവടം ചെയ്യാൻ വേണ്ടി. ഞാനൊരു 8-10 എടുക്കുന്നടാ, എന്നാ കച്ചവടം ചെയ്യാൻ വേണ്ടി. അവിടെ പോയിട്ട് ബീച്ച് സൈഡിൽ ആണോ പടച്ചോനെ? സൈബർ ഇപ്പൊ നിനക്ക് വേണ്ടടാ സറുഡൂറ? നീ ഒരു അമ്പാളം പറഞ്ഞോ. അല്ല അവളെ 10 പറഞ്ഞു, അവനൊരു അമ്പാളം പറയട്ടെ. ഇവന് പ്ലാൻ ചെയ്തറിഞ്ഞാ ഞാനിങ്ങനെ എണ്ണം പറയാതെ ഞാനില്ല, വന്നിട്ടാണ് ഞാൻ എടുത്ത് കഴിച്ചോളാം. എടുത്തു വെക്കണ്ട, ആ ബോക്സും കൂടെ വന്നേക്കുന്നത്. നിങ്ങളുടെ കൈ വേലെടുക്കേണ്ടത്. അവളെ ഇടിച്ചു കൊല്ലോ. ഗർഭിണിയെ ഇടിച്ച മസൂറ. ഗർഭിണിയെ ഇടിച്ച മസൂറ.
പിന്നെ അവളങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ പറയണ സുൽഫ് ഒന്ന് വന്നിരുന്നെങ്കിൽ ചിരിക്കായിരുന്നല്ലോ. വളരെ എക്സ്പ്രഷൻ ഇട്ട് ചിരിപ്പിക്കും. ചിലപ്പോ പറയണേ എനിക്ക് പോലും ഓർമ്മയില്ല ഞാൻ pregnant ആണ്. ഇപ്പൊക്കെ correct ഓർമ്മയുണ്ട്. സുൽഫില് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അവര് തേർഡ് പ്രഗ്നൻസി ടെസ്റ്റിന് പോണത് വളരെ നൈസായിട്ട് ഇട്ടത് ഒന്നും അറിയാത്ത പോലെ ജസ്റ്റ് ഓട്ടിങ് പോണ പോലെ. സോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി. ഒരു മാഷാഅല്ലാ അൽഹംദുലില്ലാഹ് ക്യാപ്ഷൻ ഇട്ടപ്പോൾ എവരിബഡി വാസ് ആസ്കിങ് ഇൻ ദ കമന്റ് സെക്ഷൻ എന്താ സോനു പോയിട്ട് അവിടെ കൺഫേം ആണ് കൺഗ്രാറ്റുലേഷൻ ഓൺ യുവർ തേർഡ് ബേബി. ഞാൻ കമന്റ് നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ ഫുള്ള് എന്താ സംഭവം ഒന്ന് കലങ്ങിയില്ല അങ്ങനെ ഞാൻ അപ്പൊ എന്ത് എനിക്കാണെങ്കിൽ എല്ലാരും നിനക്ക് അപ്പൊ തന്നെ ലൈവ് ആയിരുന്നില്ലേ? അപ്പൊ ഞാൻ ഒരു ലൈവ് ആയിരുന്നു. ഞാൻ പാവങ്ങളെ എല്ലാവരും ഇങ്ങനെ അന്തപടി തേർഡ് ബേബി ഈസ് കമ്മിങ് സൂൺ. അല്ല അങ്ങനെ ലൈവ് ഒക്കെ പോകുമ്പോ എന്താ പറയണ്ട എല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി നെറ്റ് ഓഫ് ചെയ്ത് വെക്കാൻ. മുൻകൂർ വന്നാ മതിയായിരുന്നു. വെള്ള സ്പൂണൊക്കെ ഇട്ടോ തകഞ്ഞിലൊക്കെ എടുത്തോ. അതാ പറ കയ്യില് ഞങ്ങളത് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ചിരിച്ചിരിച്ചിട്ടാണെങ്കിൽ എന്റെ ബ്രേസസ് ഇങ്ങനെ പോകണം. കൊറേ പേര് വന്ന് കിടന്ന് കോപ്രായം കാണിക്കരുത്. ചിരിച്ച് അതിന്റെ ചുണ്ട് നമ്മൾ ഇട്ടതിനത് ഇങ്ങനെ കുളത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കണത്. അല്ല എല്ലാരും എന്ത് വീഡിയോയിൽ പറയണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കര ഫേഷ്യൽ എക്സ്പ്രഷൻ എല്ലാരും കാണുന്നവര് പറഞ്ഞ വീഡിയോയില് എന്താണ് ഇങ്ങനെ കാണിക്കണത്. അതൊന്നല്ല ഇങ്ങനെ ഈ ബ്രേസിന്റെ ചുണ്ടിങ്ങനെ കുളത്തി പിടിക്കും. അപ്പൊ തിരിച്ചു കൊണ്ടുവന്നതാണ് കാണിക്കണത്. അതാണ് സുനു നീ സ്റ്റാൻഡേർഡ് ആയിട്ട് പല്ലിൽ കമ്പിട്ട് അവൾ അതിന്റെ വില കളഞ്ഞു. ഇല്ല സുനു സംസാരിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കും. ഈ രണ്ട് തന്നെയല്ലേ എക്സിപ്പല്ല് അതിന് പേര് വിട്ട്. ഏതുള്ള ഞാൻ ഇങ്ങനെ വേറെ വൈബിലുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ പിടിച്ച് ഒരു സൈഡിൽ പിന്നെ ഇനി അടുത്ത വർഷം വേറെ ഉണ്ടാവും. പശിക്കാതെ പിള്ളേരെ പിടിക്കാൻ പറ്റില്ല കയ്യില് മൊബൈൽ എന്തൊക്കെ. ആ അതുകൊണ്ട് എല്ലാരും പറയും പാവം ചെമ്മ കൊച്ചിയൊക്കെ നോക്കിയിട്ട് നല്ല ഇറക്കാൻ. എനിക്കെല്ലാം അറിയാം ഫോണില്ലാത്ത ടൈമില് കൊച്ചന്റെ കയ്യിലാണെന്ന്. കൊച്ചിനെ ഇപ്പൊ മാത്രം ഫുഡ് കഴിക്കാനാ മാത്രം ഫ്രീ ആയിട്ട് കഴിക്കാലോ. അല്ലെന്നേ വ്ളോഗ് ചെയ്യുന്ന ടൈമിൽ എന്റെ ഇരിക്കുന്ന കൊച്ചി ഇതാണ് മൊബൈല്. കൊച്ചിനെടുത്തൂടെ ഞാൻ കണ്ടുപോകും. വീട് പിന്നെ കയ്യാൻ വേണ്ടി കാക്കണേ. വീടിങ്ങനെ കയ്യാൻ അങ്ങോട്ട് കൊടുക്കും. വീഡിയോ എടുക്കുമ്പോ ആക്ഷൻ പറയുമ്പോ കൊച്ചിനോട് ഇങ്ങോട്ട് അവന്റെ പാട്ട് കേട്ടല്ലേ. ഫുഡ് വരട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ ഗോവയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫേവറേറ്റ് ഫിഷ് താലി വന്നു. എന്താണ് സുൽഫൈന്റെ പേര്? ചൊണക്ക് എന്നുള്ള പേര് സീ പേർച്ച്. എന്തിന് പേര്? മലയാളം ഫിഷിന്റെ പേര്. ചൊണക് ഫിഷ് സീ പേർച്ച് എന്ന് പറയും. മലയാളം എന്താന്ന് നോക്കണമെങ്കിൽ ഗൂഗിളിൽ വർക്ക് ചെയ്യണം. എന്തൊക്കെയുണ്ട് വെറൈറ്റി പറ. ഒരു ഫിഷ് ഉണ്ടോ, ഒരു ഫ്രൈ, ഒരു ഫിഷ് കറി ഉണ്ടോ? ഫിഷ് കറി ഇത് ചിപ്പി മറ്റേ കല്ലുമ്മക്കായ പോലെ സാധനം. നമ്മളുടെ കോള് കക്കറച്ചി ആ ഞങ്ങളുടെ അവിടെ കക്കറച്ചി. അടിപൊളി. സ്റ്റോറി ഇട്ടിട്ടുണ്ടോ സുനു? താഴത്ത് കളയണ്ട സൈഡ് ഏതാ പറ്റിച്ച്. ഇതെന്താ നോക്കുന്ന പറഞ്ഞിട്ട് ഇതെന്താ നോക്കണമെന്നൊക്കെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുത്ത് വായിൽ വെക്കാൻ വേണ്ടി പോയപ്പോ തന്നെ ഇത് തിന്നു.
ബ്ലഡി ഫുൾ കൊള്ളാം ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താ കട്ട്ലൈറ്റാ? ഫിഷ് കട്ട്ലൈറ്റാ? അടിപൊളി. ഇത് ഞങ്ങളെ പോലെ നല്ല മനുഷ്യന്മാർക്ക് കിട്ടുള്ളൂ, അതാണ് അവസാനം കിട്ടുള്ളൂ. ഏയ് അടിച്ചോണ്ട് പോകല്ലേ ബ്ലഡി ഫുൾ അടിച്ചോണ്ട് കള്ളി കട്ടിട്ട് കൂടും. കട്ടിട്ട് പോലടി ഞാൻ പറയാം. എന്നിട്ട് പറഞ്ഞ ഉമ്മച്ചിനെ കാണിച്ചു തന്നെ അടിച്ചോണ്ട് പോയി. അങ്ങനെ തിന്നിട്ട് ടേസ്റ്റ് പറ. അതിനകത്ത് പറയല്ല അല്ല, ഞാനിപ്പോ എന്റെ ഇത് കൊടുത്ത്. ഫിഷ് ഫിഷ് അടിപൊളി അടിപൊളി. പ്രോൺസിന്റെ അപ്പൊ പ്രോൺസ് വേണം. ശരിയാ, അടിപൊളി മീൽസ് കഴിക്കണ ഇവിടെ തന്നെ ഗൈസ്, പൊളിയാണ്. നമ്മൾ ഇതിന് മുമ്പും വന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു 3-4 വർഷം മുമ്പ്. ആ അത് തന്നെ നിന്റെ ചാനലിലാണ്. എടാ അതൊക്കെ ഒഴിക്കല്, നീ എന്തെങ്കിലും താഴത്തൊക്കെ ഒഴിക്കണം. അതെന്ത് സൈക്കിൾ താഴത്ത് ഒഴിച്ച് ഇത് ഇവിടെ താഴത്ത് വെച്ച് അത്തിരി ഒഴിക്കാനാണ് താഴത്ത് ഒഴിക്കണേ. ഇവിടെ അവിടെ ഒഴിച്ചു തരൂല പറഞ്ഞു. ആ ഒഴിച്ച് ഒഴിച്ച് അവൻ അതിൻ്റെ അത് കളിക്കണം. അതെ, ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്താ എനിക്ക് തിന്നായിരുന്നു. നിങ്ങളെല്ലാരും ഇത് തിന്നിട്ട് ഞാനിവിടെ പൊട്ടറ പോലെ എന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കണ്. എല്ലാരും അവര് തീറ്റത് ബ്ലോഗുമില്ല ഒന്നുമില്ല. ഞാനിവിടെ ശശിനെ പോലെ ഇരുന്നിട്ട് ഞാനിവിടെ വീഡിയോ എടുക്കുന്നു. മറ്റേ ഉണക്കച്ചമ്മീന്റെ എന്തോ പൊടിക്കറി നിന്റെ ഉള്ള അപ്പുറം ഇപ്പുറം ഇരിക്കണ്ട്. സുൽഫ് എടുത്തിട്ട് പോയിട്ടുണ്ടല്ലോ, എല്ലാം സുൽഫ് എടുത്തിട്ട്. ഇത് ഒരിക്കലും മിണ്ടാട്ടില്ല. എടി നിന്റെ ചാനലിലൊക്കെ വീഡിയോ കൊടുക്കണം. ചോറ് തീർന്നു. നീ എടുത്തു ഇത് അടിപൊളിയാണ്. ഇത് നല്ല സ്വീറ്റാ. ഞാൻ ഒരു കടി അടിച്ചു വയ്ക്കും, നല്ല സ്വീറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിങ്ക് കളറിൽ വെള്ളം ഇതാണ്. ഇത് ഞാനിവിടെ മറ്റേ കൂലി തേവയില്ലെന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് കഴിച്ച് ഞാൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതൊക്കെ എനിക്ക് വെക്കാൻ സ്ഥലമില്ല. എല്ലാവരുടെ സ്ഥലങ്ങളൊക്കെ കീഴടക്കി. ഞാനിപ്പോ എവിടെ ഇതിങ്ങനെ പിടിക്കാൻ കഴിക്കേണ്ടി വരും. ചെമ്മു എനിക്ക് പ്ലേറ്റ് വെക്കാൻ സ്ഥലമില്ല. ലാസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് കഴിക്കാം. അല്ല എനിക്ക് പ്ലേറ്റ് സ്ഥലമില്ല. ലാസ്റ്റ് ഇങ്ങനെ പിടിച്ച് കഴിക്കാം. സ്ഥലങ്ങളൊക്കെ കീഴടക്കി വരും. എങ്ങനെയുണ്ട് ഓരോ കറിയുടെ ടേസ്റ്റ് ചെയ്ത് പറയാം. ആ ഉണക്കച്ചമ്മീന്റെ കൂട്ടല്ലേ, എങ്ങനെയുണ്ട്? ഓ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഇതെങ്ങനെ തിക്കെടുക്കണം, ഞോണ്ടി എടുക്കാം. ഞോണ്ടി ഇതെങ്ങനെ എടുത്തിട്ട് കൊള്ളാട്ടാ, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. പിന്നെ പച്ചക്കറി പോലത്തെ എന്തെങ്കിലും കൂട്ടി എന്തായിരുന്നു? പച്ചക്കറി അല്ലേ ഇത്? തക്കാളിയും ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കളി. പക്ഷേ കളിയല്ല, കറി.
പിന്നെ സാലഡാണ്. നിങ്ങളുടെ ബുദ്ധി ഉണ്ടോ? ആര് ബുദ്ധി? എവിടെ? ഇതിലോട്ട് ചോറിട്ടിട്ട് ആ പ്ലേറ്റ് അടി വെച്ച് നീ പിന്നെ എന്റെ മോളല്ലേ ബുദ്ധിയിലിരിക്കും. എല്ലാം മണ്ടത്തരം ചെയ്താൽ എന്റെ മോളാവും. കറക്റ്റ് പറഞ്ഞല്ലേ നീ. അതെപ്പോഴും അങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ തന്റെ മോളും. അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ ഗൈസ്? നിങ്ങൾ ഫ്രണ്ട്സ് പറ. ഏത് ആരാണ് ചോറ്? സാരില്ല പോട്ടെ. അങ്ങനെ മീൽസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും കാത്തിരുന്നായിട്ട് എന്താണ് ഇവിടെ സമ്മാനപ്പെടുത്തരാം തരാട്ടാ. അതാണ് അവിടെ എങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട്? എങ്ങനെയോ ഉണ്ട്. ഐശു ഐശു വേണ്ട നമ്മുടെ എല്ലാവർക്കും ആയോ? ടിഷ്യൂ ടിഷ്യൂ പ്ലീസ്. ഒരെണ്ണം കൂടെ വേണോ? അല്ലെ ബെഡ്ഷീറ്റ്? എല്ലാവരും കൂടെ പറയാം. വൺ മോർ എല്ലാം കഴിച്ചോ കഴിക്കൂ. സ്വീറ്റൊക്കെ കഴിക്കുമല്ലോ. ഞാനും എനിക്കും വേറെ ഓവർലോഡായി. എല്ലാരും ചോറിൽ നിന്ന് തന്നെ മത്തടിച്ച് കഴിച്ചു. ആർക്കും സൗണ്ട് ഒന്നും വന്നില്ല വായിന്ന്. എല്ലാരും ഏതോ ലോകത്തായി ഫുഡ് കഴിച്ച് മത്തടിച്ചിട്ട്. ഇത് കഴിച്ചിട്ട് ഇതെന്തടി കടേ? അതെ പടച്ചോനെ. ഓക്കെ ശരി സെറ്റ്. ഒളിച്ചിരുന്നവരുണ്ടോ നീ? അതാണ് എന്ത് സൈലന്റ്. ഒരാളും മിണ്ടലില്ല. സുൽഫക്ക് മിണ്ടല് പോലില്ല. എന്താണ് ചോറ് തന്നതിന് മുമ്പ് എല്ലാരും ബഹളമാണ്. ചോറ് തിന്നല്ലേ കിളി പോയിരിക്കണം. അതെ അതെ സുനു പറഞ്ഞ തീർത്ത് ഫിനിഷ്. ഫുള്ളടിക്കാനാണോ പ്ലാൻ? ഫുള്ളടിക്കാനാണ് പ്ലാൻ. കഴിച്ചു വേസാകണ്ട കഴി.